സോ കീം 2024 മാത്സിൻ്റെ 3 പ്രധാനപ്പെട്ട പ്രോബ്ലമാണ്. അതിൻ്റെ ഫോർമുലാസ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. സോ കൃത്യമായിട്ട് മനസ്സിലാക്കുക, നിങ്ങൾ നോട്ട് ചെയ്യുക, അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഡൗട്ടുകൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ അടുത്ത ചോദ്യമാണ് NPR ഈസ് ഈക്വൽ ടു 840 ആൻഡ് NCR ഈസ് ഈക്വൽ ടു 35. ദെൻ ദ വാല്യൂ ഓഫ് R. വാല്യൂ ഓഫ് R ആണ് കണ്ടുപിടിക്കുന്നത്. സോ നമ്മൾ എല്ലാ ചോദ്യത്തിലും പറയുന്ന പോലെ തന്നെ ഈ ചോദ്യത്തിലും നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് റിസൾട്ട് പഠിക്കാനുണ്ട്. എന്താണ്? NPRൻ്റെതും NPRൻ്റെ ഫോർമുലയും അതേപോലെ തന്നെ NCRൻ്റെ ഫോർമുലയും. NPR എന്ന് പറഞ്ഞാൽ എത്രയാണ്? NPR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ. ഓക്കെ, n മൈനസ് ആർ ഫാക്ടോറിയൽ ഇത് ആറാണ്. അതേപോലെ NCR എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം ഫോർമുല തന്നെ, n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ഒരു ആർ ഫാക്ടോറിയൽ കൂടെ നോക്കാം. ഓക്കെ, അപ്പൊ ഇത് NCRന്റെ ഫോർമുല, ഇതെന്ന് പറഞ്ഞ ഇത് NPRന്റെ ഫോർമുല, ഇതെന്ന് പറഞ്ഞാൽ NCRന്റെ ഫോർമുല. സോ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഫോർമുല മനസ്സിലായി. സോ ഇനി ചോദ്യത്തിലേക്ക്. അപ്പൊ ചോദ്യത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? NPR ഈസ് ഈക്വൽ ടു 840. അപ്പൊ നമുക്ക് ജസ്റ്റ് ചോദ്യം താഴേക്ക്, NPR ഈസ് ഈക്വൽ ടു 840. അപ്പൊ നമ്മുടെ ഫോർമുല അനുസരിച്ചിട്ട് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ ഈസ് ഈക്വൽസ് ടു 840 എന്നല്ലേ? ഓക്കെ, അതേപോലെ തന്നെ NCR ഈസ് ഈക്വൽ ടു എത്രയാണ്? 35 എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്താൻ പറ്റും? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ആർ ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 35 എന്നായി. ഓക്കെ, അപ്പൊ നമുക്ക് ഇക്വേഷൻ 1 എന്നും കിട്ടി, ഇക്വേഷൻ 2 എന്നും കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആരാണ്? നമുക്ക് ഫൈൻഡ് ദ വാല്യൂ ഓഫ് R ആണ് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിൾ അല്ലേ? എങ്ങനെ ചെയ്യണം? ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2 ചെയ്താൽ മതി. അങ്ങനെ ചെയ്താൽ നമുക്ക് എന്താവും? n ഫാക്ടോറിയൽ ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ കട്ടാവും. ഓക്കെ, അപ്പോൾ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ all divided by n factorial divided by n minus r factorial into r factorial is equal to 840 divided by 35 എന്ന് കിട്ടും. ഈ ക്വസ്റ്റ്യനിൽ n factorial cancel, n minus r factorial cancel. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 1/r factorial ഉണ്ടാവും. അതിന് നമ്മൾ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമുക്ക് r factorial കിട്ടും. അപ്പോൾ എന്ത് സംഭവിക്കും? r factorial is equals to 840 divided by 35 എന്ന് കിട്ടും. 840 divided by 35. അപ്പോൾ 840 divided by 35 എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടാൻ പോകുന്നത് 24 എന്നാണ്. അപ്പോൾ r factorial is equal to 24. അപ്പോൾ ഓപ്ഷനിൽ 24 ഇല്ല, അവിടെ ചോദിച്ചത് r ആണ്. നമ്മൾ ഇവിടെ r factorial ആണ് കണ്ടുപിടിച്ചത്. അപ്പോൾ r 24 എന്ന് പറഞ്ഞാൽ എത്ര ഫാക്ടോറിയലാ? r factorial 24 എന്ന് പറഞ്ഞാൽ എത്ര ഫാക്ടോറിയൽ ആണ്? 4 ഫാക്ടോറിയൽ. അപ്പോൾ ഫാക്ടോറിയൽ പോകുമ്പോൾ r is equal to 4 എന്ന് ആൻസർ കിട്ടി. ഓക്കെ, വൺ ഓഫ് ദ സിംപിളസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം വളരെ, ഞാൻ പറയാലോ, കീമിനെ വീണ്ടും പറയുന്നു, എല്ലാ ചോദ്യത്തിനകത്തും ഞാനൊരു കോൺസെപ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ കോൺസെപ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് ശ്രദ്ധിച്ചിട്ട് ഈ കോൺസെപ്റ്റ്സ് നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടിയാണ്. കാരണം കീമിന് ഫോർമുലയും കോൺസെപ്റ്റും നല്ല രീതിയിൽ അറിയണം. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യം ചെയ്യാം. സോ അടുത്ത ചോദ്യമാണ്, ദ സം ഓഫ് ദ കോഎഫിഷ്യൻസ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് 1 plus 2x minus x square whole raised to 20. ഓക്കെ, 1 plus 2x minus x square whole raised to 20. സോ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനും ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ പഠിപ്പിച്ച അതേപോലെ ട്രിക്ക് ഉണ്ട്. ഈ ചോദ്യം ചെയ്യാൻ വേണ്ടിയത് ഫോർ സം ഓഫ് ദ കോഎഫിഷ്യൻ ഇൻ ഒരു എക്സ്പാൻഷൻ ചോദിക്കുകയാണെങ്കിൽ ഇതേ ഫോർമാറ്റിൽ. ഓക്കെ, ഫോർ എക്സാമ്പിൾ 1 plus 4x അതേപോലെ തന്നെ മൈനസ് എക്സ് റേസ്റ്റ് 2 തന്നെ ആയിക്കോട്ടെ, ഹോൾ സ്ക്വയർ ഹോൾ റേസ്റ്റ് 20 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒറ്റ സ്റ്റെപ്പ് ചെയ്യാനുള്ളൂ. സം ഓഫ് ദ കോഎഫിഷ്യന്റ് ആണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ ഒറ്റ സ്റ്റെപ്പ് ചെയ്താൽ മതി. പുട്ട് x ഈസ് ഈക്വൽ ടു 1. പുട്ട് x ഈക്വൽ ടു 1. അപ്പോൾ ഈ ചോദ്യത്തിൽ നമുക്ക് 1 എന്ന് കൊടുത്താൽ പോരെ. 1 plus 2 into 1 plus minus 1 square the whole raised to 20. ഈ 1 എന്ന് പറഞ്ഞാൽ 1 ഉം 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ സിമിലർ. അപ്പോൾ പ്ലസ് മൈനസ് കട്ടാവും, ഇവിടെ 2 വരും. അപ്പോൾ ആൻസർ എന്ത് വരും? 2 to the power 20. അപ്പോൾ നമ്മുടെ ആൻസർ ആയോ? ഓപ്ഷനിൽ ആൻസർ ഉണ്ട്. യെസ്, ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. സോ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ 2 ചോദ്യങ്ങൾ ചെയ്തു. അടുത്ത ചോദ്യം കൂടി ചെയ്യാം. സോ നമ്മുടെ അടുത്ത ചോദ്യമാണ്, ദ നമ്പർ ഓഫ് വേസ് എ കമ്മിറ്റി ഓഫ് 4 people can be chosen from a panel of 10 people. ഇവിടെ ചോദിച്ചെന്ന് വെച്ചാൽ ഒരു കമ്മിറ്റിയിൽ ഫോർ എക്സാമ്പിൾ നമ്പർ ഓഫ് വേസ്, എത്ര വേസ് കിട്ടും? 10 ആൾക്കാരുണ്ട്. ഓക്കെ, നമുക്ക് ചൂസ് ചെയ്യേണ്ടത് എത്ര ആൾക്കാരാണ്? 4 പേര്. ഓക്കെ, 4 പേരാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. 10 ആൾക്കാരുണ്ട്, പക്ഷെ നമുക്ക് 4 പേരാണ് ചൂസ് ചെയ്യേണ്ടത്.
അപ്പൊ നമുക്കിവിടെ വേണ്ടത് ഒരു കോമ്പിനേഷൻ ആണ്. ഓക്കെ, 10ൽ 4 പേരുടെ ഒരു കോമ്പിനേഷൻ. എത്ര ഡിഫറെന്റ് കോമ്പിനേഷൻസ് ആണ് അവർ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ നേരത്തെ ഒരു ഫോർമുല പഠിച്ചായിരുന്നു, NCR എന്ന് പറയുന്ന പോലെ, NCR. അപ്പൊ ഇതും അതേപോലെ ഇതിൽ കൂടെ 10 ആൾക്കാരുണ്ട്, നമുക്ക് അതിൽ നമ്പർ ഓഫ് വേസ് ഓഫ് എ കമ്മിറ്റി ഓഫ് 4 people ക്യാൻ ബി ചൂസൺ ഫ്രം എ പാനൽ ഓഫ് 10 people. 10 പീപ്പിളിൽ 4 ആൾക്കാരെയാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്? ഇത് 10C4 എന്ന് എഴുതി കൂടെ, 10C4 എന്ന് എഴുതി കൂടെ. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച ഫോർമുല അനുസരിച്ച് 10C4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10C4 നേരത്തെ ഫോർമുല എന്തായിരുന്നു? NCR എന്ന് പറഞ്ഞാൽ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? NCR is equal to n factorial divided by n minus r factorial into r factorial എന്നാണ്. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യുമ്പോൾ എങ്ങനെ 10CR എന്ന് പറയുമ്പോൾ നോക്കുക, 10 n സ്ഥാനത്ത് തന്നെ. അപ്പൊ 10 factorial divided by n minus r എന്ന് പറയുമ്പോൾ 10 minus 4 എന്ന് പറയുമ്പോൾ എത്ര വരും? 6 factorial into 4 factorial. ഇത് ചെയ്താൽ നമ്മുടെ ഉത്തരമായി. ഓക്കെ, അപ്പൊ നമ്മൾ 10 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 10 into 9 into 8 into 7 into 6 ഫാക്ടോറിയൽ എന്ന് ഞാൻ എഴുതി. അതിന്റെ കാരണം നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവും. എന്നിട്ട് താഴത്തെ ഒരു 6 ഫാക്ടോറിയൽ ഉണ്ട്, 4 ഫാക്ടോറിയൽ ഉണ്ട്. അപ്പൊ ഈ 4 ഫാക്ടോറിയലും ഈ 6 ഫാക്ടോറിയലും കൊണ്ട് കട്ട് ചെയ്തു. പിന്നെ അവശേഷിക്കുന്ന ഒരു 4 ഫാക്ടോറിയൽ ഉണ്ട്, നമുക്ക് ചെയ്യാലോ. അപ്പം 10 into 9 into 8 into 7 ഡിവൈഡ് ബൈ 4 ഫാക്ടോറിയൽ. 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 4 into 3 into 2 into 1 എന്നാണ് വരിക. നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്തല്ലോ, മെല്ലെ മെല്ലെ കട്ട് ചെയ്യും. ഇവിടുന്ന് 3 വെച്ചിട്ട് ഞാൻ ഇതിനെ കട്ട് ചെയ്ത് ഇവിടെ 3 എഴുതി, 4നെ ഇവിടെ കട്ട് ചെയ്തിട്ട് 2 കൊണ്ട് കട്ട് ചെയ്തു. അതേപോലെ ഈ 2ഉം കട്ട് ചെയ്തു. അപ്പോൾ അവശേഷിക്കുന്ന ആരാണ്? 10 into 3 into 7. 10 into 3 30, 30 into 7 എന്ന് പറഞ്ഞാൽ 210. അപ്പം 210 ആണ് നമ്പർ ഓഫ് വേസ്. അപ്പോൾ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. സോ വളരെ കൃത്യമായിട്ട് 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ഫോർമുല ബേസ്ഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വളരെ ബേസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ഈ ചോദ്യങ്ങൾ എടുക്കാനുള്ള പ്രധാന കാരണം നിങ്ങളുടെ ബേസിക് കോൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ, നമ്മൾ ഇതുപോലെ ഇഷ്ടം പോലെ ചോദ്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ. ഇറ്റ്സ് ഫോർ യു, നോട്ട് ഫോർ മീ.